മാർവൽ സ്റ്റുഡിയോസ് നിന്ന് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ വലിയൊരു കാസ്റ്റ് ലിസ്റ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. വലിയൊരു സംഭവമാക്കി ഒരു ലൈവ് സ്ട്രീം ഇവന്റ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ കാസ്റ്റ് മെമ്പേഴ്സിനെ പുറത്തു വിട്ടത്. ഒരുപാട് ഷോക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ പുതിയത് വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞെട്ടിയത് കുറെ ആൾക്കാരുടെ പേര് മിസ്സിംഗ് ആണ്. മെയ് 1, 2026 സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആരുടെയൊക്കെ പേരാണ് ഒഴിവാക്കിയത്, ആരൊക്കെയാണ് പുതിയത് വന്നതൊക്കെ പെട്ടെന്ന് നോക്കാം. ഏറ്റവും വലിയ പേരില്ലാത്തത് നമ്മൾ ടോം ഹോളണ്ട് സ്പൈഡർമാന്റെ പേരാണ്. സ്പൈഡർമാൻ ഇല്ല, ഡോക്ടർ സ്ട്രേഞ്ച് ഇല്ല, ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ ആരും ഇല്ല, സ്റ്റാർ ലോർഡ് ഇല്ല, പിന്നെ അടുത്തത് നിക് ഫ്യൂരി, ഹൾക്ക്, ഹോക്കൈ ഇവരും ഇല്ല. ഇനി ഇല്ലാത്ത ആൾക്കാർ ക്യാപ്റ്റൻ മാർവൽ, ഡെഡ് പൂള്, സ്കാർലറ്റ് വിച്ച് അവരും ഇല്ല. ഇത്രയും മെയിൻ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. പിന്നെ കുറെ ചെറിയ ചെറിയ ആൾക്കാരുണ്ട്, അവരൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. ഇനി ആരുടെയൊക്കെയാണ് പുതിയത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാന്റാസ്റ്റിക് 4 ഉണ്ടല്ലോ പുതിയത്, പെഡ്രോ പാസ്കലൊക്കെ റീചാർജ് ആയിട്ട് വരുന്ന ആ ഒരു ടീംസിനെ മൊത്തം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പണ്ടത്തെ എക്സ്മാൻ ഇല്ല, പ്രൊഫസർ എക്സ്, അതുപോലെ മെഗ്നിറ്റോ, അവരിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ഈ എക്സ്മാനും അവഞ്ചേഴ്സും ഈ ഫാന്റാസ്റ്റിക് 4 എല്ലാവരും കൂടെ ചേർന്ന് എന്തൊക്കെയോ ചെയ്യാനാണ് പരിപാടി എന്നാ തോന്നുന്നത്. ഡോക്ടർ ഡൂം ആണല്ലോ വില്ലൻ, അപ്പൊ പിന്നെ ഫാന്റാസ്റ്റിക് 4 എന്തായാലും ഉണ്ടാവുമെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. പക്ഷെ ഈ എക്സ്മാൻ പഴയ ടീംസ് ഉണ്ടാവുമെന്ന് ആരും വിചാരിച്ചില്ല. അപ്പൊ എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കമന്റ് ചെയ്യൂ, നമുക്ക് നോക്കാം.